അൻവറിന്റെ മുന്നണി പ്രവേശനം UDF യോഗത്തിൽ ചർച്ച ചെയ്താൽ മതി എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയ കാര്യസമിതിയിലെ ഭിന്ന അഭിപ്രായത്തിന് പിന്നാലെയാണ് നേതൃത്വത്തിന്റെ പുതിയ തീരുമാനം. അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യത്തിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, UDF-ലേക്ക് അൻവറിനെ എടുത്താൽ അത് നല്ലതാകും എന്നുള്ള ഒരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്തുമ്പോൾ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ കോൺഗ്രസ് എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് UDF യോഗത്തിൽ ചർച്ച ചെയ്താൽ മതി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ ഭിന്നാഭിപ്രായങ്ങളും ഉയരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. നിലവിൽ കോൺഗ്രസ് എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഈ കാര്യത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രോഹിണി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ 10,000 വോട്ട് പോലും അന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവർ നേടുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉയർന്നു നിന്ന സ്ഥലത്താണ് വലിയ രീതിയിൽ വോട്ട് ഉയർത്താൻ അല്ലെങ്കിൽ വോട്ട് ഷെയർ ഉയർത്താൻ അൻവറിന് സാധിച്ചിട്ടുള്ളത്. ആ മണ്ഡലത്തിൽ വ്യക്തമായൊരു സ്വാധീനം PV അൻവറിനുണ്ട് എന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന CPM-ന്റെ യോഗങ്ങളടക്കം വിലയിരുത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ UDF-ഉം അത് അംഗീകരിക്കുന്നത്. നിലമ്പൂരിൽ PV അൻവറിനുള്ള ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു നില അത് UDF-ന് ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗം UDF നേതാക്കൾ ആവശ്യമായി ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി യോഗം KPCC-യിൽ ചേർന്നിരുന്നു. പ്രവർത്തക സമിതി യോഗമടക്കം ചേർന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ യോഗത്തിലൊക്കെ ഒരു വിഭാഗം UDF നേതാക്കന്മാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പ്രധാനമായും ഉന്നയിച്ചൊരു ആവശ്യം PV അൻവറിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കാം, കോൺഗ്രസിന്റെ മുതൽക്കൂട്ടാക്കാം എന്നുള്ളതാണ്. ഒരു വിഭാഗം ഇപ്പോഴും എതിർപ്പ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടി ആവശ്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളൂ. ഈ ഘട്ടത്തിൽ കൂടിയാണ് UDF-ന്റെ യോഗം ചേർന്ന് ആ യോഗം തീരുമാനമെടുക്കട്ടെ ഇക്കാര്യത്തിൽ അന്തിമമായി എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുള്ളത്. അത് മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ KPCC അധ്യക്ഷനടക്കമുള്ളവർ ചില പ്രസംഗങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത്, സണ്ണി ജോസഫ് അടക്കമുള്ളവർ പ്രതികരിച്ചത്, ഒരു രീതിയിലും അയിത്തമില്ല അല്ലെങ്കിൽ അടുപ്പിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇനിയും അവസരമുണ്ട് PV അൻവറിന് എന്നുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം PV അൻവർ കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. എന്നാലും അത് തെളിയിക്കുന്നതും അത് ചർച്ചയാകുന്നതും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ UDF വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കും. ഒപ്പം തന്നെ VD സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം ഈ ഒരു മുന്നണിയിലേക്ക് താൻ വരാം അല്ലെങ്കിൽ അത് ചർച്ചയാകാം എന്നുള്ള ആവശ്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ PV അൻവർ ഉന്നയിച്ചതാണ്. ആ ഘട്ടങ്ങളിലൊക്കെ VD സതീശൻ അടക്കമെടുത്ത നിലപാട് അത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതുമൊക്കെയാണ്. ഈ ഘട്ടത്തിൽ മുന്നണിയിൽ ഒരു തർക്കമില്ലാതെ ഏകകണ്ഠമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് PV അൻവറിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം ചേർക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2026-ലെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ അടക്കം വരാനിരിക്കുന്നു. പല മണ്ഡലങ്ങളിലും പല വാർഡുകളിലും പല പഞ്ചായത്തുകളിലും അടക്കം PV അൻവറിന് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. ഈ സ്വാധീനമൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താനും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് മുതൽക്കൂട്ടാക്കാനുമുള്ള ഒരു തീരുമാനത്തിലേക്കും അജണ്ടയിലേക്കും ഒക്കെയാണ് കോൺഗ്രസും UDF-ഉം എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന്റെ തുടർച്ചയെന്നോണം വരും ദിവസങ്ങളിൽ PV അൻവറിനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള സൂചനകളൊക്കെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ചർച്ച നടത്തി PV അൻവർ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അതൊരു മുതൽക്കൂട്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതിൽ മുസ്ലിം ലീഗ് അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഈ ഇടഞ്ഞു നിൽക്കുന്ന UDF നേതാക്കന്മാരെ ഒപ്പം നിർത്തിക്കൊണ്ടുമുള്ളൊരു തീരുമാനത്തിലേക്കും യോഗത്തിലേക്കും ഒക്കെ ആയിരിക്കും ഇനി UDF കടക്കാൻ പോകുക. എന്തായാലും UDF-ന്റെ മുൻപിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുൻപിൽ PV അൻവറിന് വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ PV അൻവർ അവിടെ മണ്ഡലത്തിൽ ശക്തനാണ് എന്ന് CPM അടക്കം വിലയിരുത്തിയ സാഹചര്യത്തിൽ CPM-ലേക്ക് കൊണ്ടുപോകാതെ അല്ലെങ്കിൽ മടങ്ങിപ്പോകുന്നതിന് മുൻപ് തന്നെ PV അൻവറിനെ ഒപ്പം ചേർക്കാനുള്ള തുടർ നീക്കങ്ങളും UDF കോൺഗ്രസ് നേതൃത്വവും നടത്താനുള്ള സാധ്യതകളുമുണ്ട്. രോഹിണി, ശരി, ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.